ഇശാഇ, അദ്ദേഹത്തിൻ്റെ സുന്നത്തായ ഖിയാമുൽ ലൈലിൻ്റെയും ഇശാഇൻ്റെയും ഇടയിലുള്ള, അല്ലെങ്കിൽ സുബ്ഹിയുടെയും ഇശാഇൻ്റെയും ഇടയിലുള്ള പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുന്നു. വഹിയൽ ഹസനാതു യുദ്ഹിബിന സയ്യിആത്ത്, ഈ നന്മകളാണ് എല്ലാ തിന്മകളെയും കരിച്ചു കളയുന്നത്. ഖാലു, അവർ പറഞ്ഞു, ഹാദിഹിൽ ഹസനാത്ത്, ഇതാണ് ഹസനാത്തുകളെങ്കിൽ ഫമൽ ബാഖിയാത്തുസ് സ്വാലിഹാത്തു യാ ഉസ്മാൻ, ഉസ്മാൻ എന്നവരെ എന്താണ് പിന്നെ ബാഖിയാത്തുസ് സ്വാലിഹാത്ത്? ഖാല ഹിയ ബാഖിയാത്തുസ് സ്വാലിഹാത്ത്, ബാഖിയാത്തുസ് സ്വാലിഹാത്ത് എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വസുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. നമ്മൾ അല്ലാഹുവിൻ്റെ പരിശുദ്ധി, പടച്ച തമ്പുരാൻ്റെ അല്ലാഹുവിൻ്റെ അളമത്ത്, വമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി, അല്ലാഹുവിൻ്റെ മഹത്വം എത്രയാണെന്ന് മനസ്സിലാക്കി അല്ലാഹുവിൻ്റെ ദിക്ർ ചൊല്ലേണ്ടവരാണ്. അതുകൊണ്ടാണ് വദ്ദാകിരീന അല്ലാഹ കസീറൻ വദ്ദാകിറാത്തി എന്ന് അല്ലാഹു തആല ദിക്ർ ചൊല്ലുന്ന ആളുകൾക്ക് നൽകുന്ന പ്രതിഫലത്തെ സംബന്ധിച്ച് വളരെ മനോഹരമായ ഖുർആൻ വിവരിച്ചത്. എന്താണ് ദിക്ർ എന്ന് പറയുമ്പോൾ? സുബ്ഹാനല്ലാഹ്, അല്ലാഹുവേ, മനുഷ്യർക്ക്, ജീവജാലങ്ങൾക്ക്, സൃഷ്ടികൾക്ക് മുഴുവനും ന്യൂനതകളുണ്ട്. അല്ലാഹുവേ, അൻത മുനസ്സഹുൻ അനിൻ നഖായിസ്, നിനക്ക് ഒരു ന്യൂനതയുമില്ല റബ്ബേ. അല്ലാഹുവേ, പടച്ച തമ്പുരാനെ, നിന്റെ മഹത്വം ഞങ്ങൾ വാഴ്ത്തുന്നു റബ്ബേ. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവേ, ഒരു ന്യൂനതയുടെ ഒരു വിശേഷണവും ഇല്ലെന്ന് മാത്രമല്ല, ഖമാലിയത്തിൻ്റെ പരിപൂർണതയുടെ എല്ലാ സ്വഭാവ ഗുണങ്ങളും സമ്മേളിച്ച റബ്ബാണ് അല്ലാഹുവേ നീ. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ്, അല്ലാഹുവേ, നിനക്കാണ് സ്തുതി റബ്ബേ. എല്ലാ അണ്ടകടാഹങ്ങളെയും സർവചരാചരങ്ങളെയും മാസിവൽ ബാരി, പ്രപഞ്ചത്തിലുള്ള സർവ്വതിനെയും എല്ലാറ്റിനെയും പടച്ചവനായ ഖാലിഖായ അല്ലാഹുവേ, നിനക്കാണ് സ്തുതി. അൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, സർവേശ്വരനായവനെ അല്ലാഹുവേ, ആരാധനക്കർഹനായവൻ നീയല്ലാതെ മറ്റാരുമില്ല റബ്ബേ. വല്ലാഹു അക്ബർ, അല്ലാഹുവേ, എല്ലാറ്റിനേക്കാളും നീയാണ് വലുത്, എല്ലാ വിഷയങ്ങളെക്കാളും നിന്റെ വിഷയമാണ് വലുത്. ഇങ്ങനെ അല്ലാഹുവിൻ്റെ മഹത്വം മനസ്സിൽ കരുതി, അല്ലാഹുവിൻ്റെ മഹത്വം മനസ്സിൽ ഉറപ്പിച്ച് സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ ഇത് ചൊല്ലുന്നത്, ഇത് നാവ് കൊണ്ട് ഉരിയാടുന്നത് തീർച്ചയായും ബാഖിയാത്ത് അൽ ബാഖിയാത്തുസ് സ്വാലിഹാത്ത്, നിരന്തരം നിലനിൽക്കുന്ന നന്മകളുടെ സുഹൃതമാണെന്ന് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധ വചനങ്ങളിലായി നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ബാഖിയാത്തുസ് സ്വാലിഹാത്ത്, നിലനിൽക്കുന്ന നന്മകൾ, നമ്മൾ റമദാൻ കഴിഞ്ഞു പോകുമ്പോൾ ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ട, എന്നും ശേഷിച്ചിരിക്കേണ്ട നന്മകൾ ആവശ്യമാണ്. റമദാൻ കൊണ്ട് തീരുകയും റമദാൻ കഴിഞ്ഞാൽ മറ്റൊരു ജീവിതത്തിലേക്ക് മാറുകയും ചെയ്യാതെ, കൂനു റബ്ബാനിയീൻ വലാ തകൂനു റമദാനിയീൻ, മഹാനായ റബീഅ് തങ്ങൾ പറഞ്ഞ പോലെ, നിങ്ങൾ റമദാനിൻ്റെ ആളുകളാവല്ലേ, നിങ്ങൾ അല്ലാഹുവിൻ്റെ ആളുകളാവണേ. കൂനു റബ്ബാനിയീൻ വലാ തകൂനു റമദാനിയീൻ, നിങ്ങൾ അല്ലാഹുവിൻ്റെ അടിമകളാവണം, റമദാനിൻ്റെ അടിമകളാവരുത്. അതുകൊണ്ട് എന്നെന്നും നിലനിൽക്കുന്ന നന്മകൾ കൂടെ കൂട്ടാൻ നമുക്ക് സാധിക്കട്ടെ. ആദ്യമായി സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ആ ഒരു ദിക്ർ നമ്മൾ പഠിച്ചു വെക്കുക. കൻസും മിൻ കുനൂസിൽ ജന്ന, സ്വർഗത്തിൻ്റെ നിധികളിൽപ്പെട്ട നിധിയാണതെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി തങ്ങൾ നമ്മളോട് പറഞ്ഞു. ഖുദൂ ജന്നതകും മിനന്നാർ, ഖുദൂ ജന്നതകും മിനന്നാർ, സ്വഹാബികളെ, നിങ്ങൾ നരകത്തിൽ നിന്ന് നിങ്ങളുടെ സ്വർഗം പിടിച്ചെടുക്കണം. സ്വഹാബികൾ ചോദിച്ചു, മിൻ അദുവിൻ യാ റസൂലല്ലാഹ്, നബിയെ, ശത്രുക്കളിൽ നിന്നാണെന്നാണോ അങ്ങ് ഉദ്ദേശിച്ചത്? നരകത്തിൽ നിന്നോ? നരകത്തിൽ നിന്ന് സ്വർഗമോ? ശത്രുക്കളോട് പടപൊരുതിയിട്ട് സ്വർഗമെന്നാണോ അങ്ങ് ഉദ്ദേശിച്ചത്? ഖാല ബൽ മിനന്നാർ, അല്ല, നരകത്തിൽ നിന്ന് തന്നെ.
ഹബീബായ നബി തങ്ങൾ എങ്ങനെയാണ് നരകത്തിൽ നിന്ന് സത്യവിശ്വാസികൾ സ്വർഗം സ്വീകരിക്കുന്നത് എന്ന് പഠിപ്പിച്ചു. ഖൂലൂ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഈ ദിക്ർ നിങ്ങൾ ചൊല്ലണേ. ഫഇന്നഹുന്ന യഅതീന യൗമൽ ഖിയാമ മുഖദ്ദിമാത്തിൻ മുഅഖിബാത്തിൻ മുജന്നിബാത്തിൻ വഹുന്നൽ ബാഖിയാത്തുസ് സ്വാലിഹാത്ത്. ഇത് നാളെ നിങ്ങൾക്ക് നരകത്തിൽ നിന്ന് മറയായി, നരകത്തിൽ നിന്ന് സുരക്ഷയായി, സ്വർഗത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നവയായി, അള്ളാഹുവിൻ്റെ അദാബിൽ നിന്ന് സംരക്ഷണം നൽകുന്നവയായി നാളെ പരലോകത്ത് വരുന്ന കർമ്മമാണ്, അമലാണ് ഈ ദിക്റെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ബഹുഭൂരിഭാഗം മുഫസ്സിറുകളും ആദ്യമായി ഉദ്ധരിക്കുന്നത് ഈ ഹദീസാണ്, ഈ ദിക്റാണ്. എന്താണ്? എന്നൊന്നും ശേഷിക്കുന്ന നന്മ, മനുഷ്യൻ്റെ നാവുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന ദിക്ർ. അതിലും ഏറ്റവും മനോഹരമായത് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. ഇതിൽ ഏത് വാക്ക് ആദ്യം പറഞ്ഞാലും ശേഷം പറഞ്ഞാലും വിരോധമില്ലെന്ന് നബി തങ്ങൾ പറഞ്ഞ വാക്കുകളാണിത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ് കൊണ്ട് തുടങ്ങാം, അൽഹംദുലില്ലാഹ് കൊണ്ട് തുടങ്ങാം, അല്ലാഹു അക്ബർ കൊണ്ട് തുടങ്ങാം, ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് തുടങ്ങാം, എങ്ങനെയുമാകാം. പക്ഷേ നമ്മൾ സാധാരണ ചൊല്ലിപ്പോരുന്നത് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അതിൻ്റെ കൂടെ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. നമ്മുടെ നാവ് ദിക്ർ കൊണ്ട് നനയട്ടെ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ണുകളിലേക്ക് കൺപോളകൾ താഴുകയും കണ്ണ് ഉയർത്തി നോക്കാൻ പോലും കഴിയാത്ത വിധം വാർദ്ധക്യത്തിൻ്റെ അവശതകൾ വന്നുപെട്ട ഒരാൾ മഹാനായ റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പറഞ്ഞു, നബിയെ, ഞാൻ ചെയ്യാത്ത തെറ്റുകളില്ല നബിയെ, ഞാൻ ചെയ്യാത്ത പാപങ്ങളില്ല നബിയെ. ഹബീബായ നബിയെ, എനിക്കൊരുപാട് ഇന്ന ശറാഇഅൽ ഇസ്ലാമി ഖദ് കസുറത്, ഒരുപാട് ദീനിൻ്റെ കർമ്മങ്ങളുണ്ട്, ഇതൊക്കെ എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല നബിയെ. അതുകൊണ്ട് എനിക്ക് ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ ദുല്ലനി അല അമലിൻ അതസബ്ബതു ബിഹി അതശബ്ബതു ബിഹി, നബിയെ എനിക്ക് ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ ഒരു കർമ്മം അങ്ങ് പഠിപ്പിച്ചു തരണേ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തതാണ് ലാ യസാലു ലിസാനുക റത്ബൻ മിൻ ദിക്രില്ലാഹ്, നിങ്ങളുടെ നാവ് ദിക്ർ കൊണ്ട് നനയണമേ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് വാർദ്ധക്യത്തിൻ്റെ അവശതയിലും തളർന്നാലും ക്ഷീണിച്ചാലും നമ്മുടെ നാവ് കൊണ്ട് ദിക്ർ ചൊല്ലാൻ കഴിയും. അതൊരു ശീലമാക്കുക. ആ ശീലമാക്കുമ്പോഴാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് മരണം ആസന്നമാകുമ്പോൾ ആ രംഗത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവേണമെങ്കിൽ ജീവിതകാലത്ത് നമ്മളത് പറഞ്ഞ് പരിചയിക്കണം. നമ്മുടെ നാവുകൾക്ക് അത് പരിചിതമാവണം. നമ്മുടെ നാവ് ദിക്ർ കൊണ്ട് നനയട്ടെ എന്ന ആ വൃദ്ധനായ മനുഷ്യനോട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇനി ബാക്കിയുള്ള ജീവിതം നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണേ, ബാക്കിയുള്ള ജീവിതം അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണേ എന്ന് പറഞ്ഞാൽ 90-100 വയസ്സായ ഒരു മനുഷ്യനോടാണ് നബി ഞങ്ങൾ പറയുന്നത്, അങ്ങയുടെ ശിഷ്ടകാലം ഇനി നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചാൽ നിങ്ങളുടെ കഴിഞ്ഞ കാലത്തെ പാപങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും എന്ന് മാത്രമല്ല യുബദ്ദിലുല്ലാഹു സയ്യിആതിക ഹസനാത്ത്, നിങ്ങളുടെ തിന്മകളെ അള്ളാഹു നന്മകളാക്കി മാറ്റിത്തരും എന്ന് പറഞ്ഞു. അത് ജീവിതകാലത്ത് ഇനി ബാക്കിയുള്ള കാലം നിങ്ങൾ സൂക്ഷിച്ചാൽ. സ്വഹാബിമാർ അത്ഭുതപ്പെട്ടുകൊണ്ട് ചിന്തിച്ചു പോയി, പടച്ചവനെ 95-100 വയസ്സ് തോന്നിക്കുന്ന ഈ മനുഷ്യനിൽ ഇനി ശേഷിക്കുന്ന കാലം ഇയാൾ എന്ത് തെറ്റ് ചെയ്യാനാണ്? എന്നാലും നബി തങ്ങൾ പ്രതീക്ഷ കൊടുക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ പ്രതീക്ഷ കൊടുത്തു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇനി ബാക്കിയുള്ള ജീവിതം, വരാനുള്ള ജീവിതം നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് അള്ളാഹു കഴിഞ്ഞ കാലങ്ങളിലെ തിന്മകളെ അള്ളാഹു നന്മയാക്കി മാറ്റിത്തരും എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك ثوابا وخير أملا. മഹാനായ അല്ലാമ ഇബ്നു ജരീർ അത്ബരി റഹ്മത്തുള്ളാഹി അലൈഹി വിശുദ്ധ വചനങ്ങളുടെ വ്യാഖ്യാനം കൊടുത്ത മഹാൻ, നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും, ഏത് കർമ്മമാവട്ടെ, അള്ളാഹുവിനെ മുൻനിർത്തി ചെയ്യുന്ന നന്മയാണെങ്കിൽ ആ നന്മയാണ് എന്നെന്നും നിലനിൽക്കുന്ന നന്മയെന്ന് മഹാനവറുകൾ ബാഖിയാത്തുസ് സ്വാലിഹാത്ത് എന്ന വചനങ്ങൾക്ക് വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മൻ അമില സ്വാലിഹൻ മിൻ ദകരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിനുൻ ഫലനുഹയ്യന്നഹു ഹയാതൻ ത്വയ്യിബഹ വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. മൻ അമില സ്വാലിഹൻ മിൻ ദകരിൻ ഔ ഉൻസാ, ആണാവട്ടെ പെണ്ണാവട്ടെ, ആര് നന്മ ചെയ്യുന്നുവോ, വഹുവ മുഅ്മിനുൻ, അല്ലാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് നന്മ ചെയ്യുന്നവർ, ഫലനുഹയ്യന്നഹു ഹയാതൻ ത്വയ്യിബ, അവർക്ക് നാം വളരെ മനോഹരമായ ജീവിതം സമ്മാനിക്കും, സന്തുഷ്ടമായ ജീവിതം. മുഅ്മിനീങ്ങളുടെ ജീവിതത്തിൻ്റെ മഹത്വം എത്രയാണ്. വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, തീർച്ചയായും സത്യവിശ്വാസികൾക്ക് ഏറ്റവും മനോഹരമായ പ്രതിഫലം നാം നൽകുകയും ചെയ്യുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ നന്മ ചെയ്യുന്നവരുടെ പ്രതിഫലം വിളിച്ചു പറയുന്നു. കഴിഞ്ഞില്ല എത്രയെത്ര ആയത്തുകൾ. വഅമ്മാ മൻ ആമന വഅമില സ്വാലിഹൻ ഫലഹു ജസാഉൽ ഹുസ്നാ, നന്മ ചെയ്യുന്ന ആളുകൾക്ക് ഏറ്റവും നല്ല പ്രതിഫലമാണ് അല്ലാഹു അവർക്ക് തിരിച്ചു നൽകുന്നത്. സൂറത്തു മറിയം, ഇല്ലാ മൻ താബ വആമന വഅമില സ്വാലിഹാ ഫഉലൈക യദ്ഖുലൂനൽ ജന്നഹ വലാ യുദ്ലമൂന ശൈആ, നന്മ ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു തആല സ്വർഗ്ഗം പ്രതിഫലമായി നൽകുന്നുണ്ട്. അല്ലാഹുമ്മ അദ്ഖിൽനൽ ജന്നഹ, പടച്ചവനെ ഞങ്ങൾക്ക് സ്വർഗ്ഗം നൽകണേ തമ്പുരാനെ, നിന്റെ നരകത്തിൻ്റെ അദാബിൽ നിന്ന് കാത്തുകൊള്ളണേ റഹ്മാനെ. ഈ പകലന്തിയോളം നോമ്പെടുക്കുന്നത് അല്ലാഹുവിൻ്റെ സ്വർഗ്ഗം പ്രതീക്ഷിച്ചുകൊണ്ടാണ്. ഖിയാമുൽ ലൈൽ, രാത്രി ഉറക്കൊഴിക്കുന്നത് അല്ലാഹുവിൻ്റെ സ്വർഗ്ഗം പ്രതീക്ഷിച്ചുകൊണ്ടാണ്, അല്ലാഹുവിൻ്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടാണ്. അല്ലാഹുവിൻ്റെ പ്രതിഫലം, ആ സവാബ് അല്ലാഹു എത്രയാണ് പ്രതീക്ഷ നൽകുന്നത് വിശുദ്ധ വചനങ്ങളിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാല് നീര് വന്ന് വീർക്കുമാർ ഹബീബായ നബി തങ്ങൾ നിന്ന് നിസ്കരിക്കുകയും, ലിമ തഫഅലു ഹകദാ, എന്തിനാണ് നബിയെ അങ്ങ് ഇത്രത്തോളം കഷ്ടപ്പെടുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അവലാ ഉഹിബ്ബു അൻ നകൂന അബ്ദൻ ശകൂറ, ആയിഷ ഞാൻ അള്ളാഹുവിന് നന്ദി ചെയ്യുന്നൊരടിമയാവണ്ടയോ എന്ന് മറുപടി കൊടുത്ത അഷ്റഫുൽ ഖൽഖാണ് നമ്മുടെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബിനോട് സ്വർഗം ചോദിക്കാൻ പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, സലുല്ലാഹൽ ഫിർദൗസൽ അല, അല്ലാഹുവിനോട് ഫിർദൗസുൽ അലയാണ് ചോദിക്കേണ്ടത്, ഏറ്റവും ഉന്നതമായ സ്വർഗലോകം. അള്ളാഹു തന്നെ പറയുന്നു, അള്ളാഹുവിനോട് ഒരു ദിവസം 3 തവണ ആരെങ്കിലും സ്വർഗം ചോദിച്ചാൽ സ്വർഗലോകം പറയുമത്രേ, അള്ളാഹുവേ എന്നെ നീ അവർക്ക് നൽകണമേ. 3 തവണ അള്ളാഹുവിനോട് നരകത്തിൽ നിന്ന് കാവൽ ചോദിച്ചാൽ നരകം പറയുമത്രേ, അള്ളാഹുവേ എന്നിൽ നിന്ന് അവരെ അകറ്റണമേ എന്ന് നരകം അള്ളാഹുവിനോട് പറയും. നമ്മൾ റമദാനിൽ ചൊല്ലുന്ന ദിക്റിൻ്റെ പ്രത്യേകത അതാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അല്ലാഹുവേ ഞങ്ങൾ നിന്നോട് സ്വർഗം ചോദിക്കുന്നു റബ്ബേ, നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കുന്നു റബ്ബേ. അത് 3 തവണ ചൊല്ലുമ്പോൾ 3 തവണ നാം അള്ളാഹുവിനോട് സ്വർഗം ചോദിച്ചു. ഒരു ദിവസം 3 തവണ റബ്ബിനോട് സ്വർഗം ചോദിച്ചാൽ സ്വർഗം പറയുമത്ര, റബ്ബേ എന്നെ നീ അവർക്ക് കൊടുക്കണമേ. 3 തവണ അള്ളാഹുവിനോട് നരകത്തിൽ നിന്ന് കാവൽ ചോദിച്ചാൽ നരകം പറയുമത്രേ, അള്ളാഹുവേ എന്നിൽ നിന്ന് അവരകറ്റണമേ. അപ്പം ഈ ദിക്ർ 3 തവണ ചൊല്ലുമ്പോഴുള്ള മഹത്വം നോക്കൂ. റമദാൻ കഴിഞ്ഞാൽ നമുക്കത് ചൊല്ലാൻ പറ്റും. ഒരു ദിവസം മിനിമം 3 തവണ റബ്ബിനോട് സ്വർഗം ചോദിക്കണമെന്നാണ്. അള്ളാഹു ജീവിതകാലം നമുക്ക് മരണം അള്ളാഹു നിശ്ചയിക്കുന്ന നാൾ വരേക്കും അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുകയും നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കുകയും ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അത് അള്ളാഹു സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കർമ്മങ്ങൾ ആ രീതിയിലേക്ക് അള്ളാഹു മാറ്റിത്തരും. പിന്നെ സ്വർഗവാസികളുടെ കർമ്മങ്ങളാണ് നമ്മളിൽ നിന്ന് ഉണ്ടാവുക. നരകവാസികളുടെ കർമ്മങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള തൗഫീഖ് ഉണ്ടാകും. അതാണ് ഈ ദിക്റുകളുടെ മഹത്വത്തിൻ്റെ ആശയം. അതാണ് 3 പ്രാവശ്യം ചൊല്ലുമ്പോഴേക്കും അള്ളാഹു അത് കബൂലാക്കുകയാണെങ്കിൽ പിന്നെ നമ്മളിൽ നിന്നുണ്ടാകുന്ന നന്മകൾ സ്വർഗം കരസ്ഥമാക്കാൻ നമ്മെ സഹായിക്കുന്ന കർമ്മങ്ങളാണ്. കഴിഞ്ഞില്ല. ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാതി സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദാ. സൂറത്ത് മറിയമാണത്. സൂറത്ത് മറിയമിൻ്റെ അവസാന ഭാഗങ്ങൾ. ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്, ഈമാൻ ഉണ്ടാവുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവർ,
സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദാ. കാരുണ്യവാനായ അല്ലാഹു മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിൽ അവർക്ക് സ്നേഹം കൊടുക്കും. മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിൽ അവർക്ക് അവരോട് എന്തെന്നില്ലാത്തൊരു മഹബ്ബത്ത് അല്ലാഹു തആല നൽകുമെന്ന് അല്ലാഹുവിൻ്റെ വചനങ്ങളിൽ സൂറത്തു മറിയമിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദാ. ഈ ലോകത്ത് സത്യവിശ്വാസികളുടെ ഖൽബിൽ അല്ലാഹു നൽകുന്ന സ്നേഹം, അത് സൽക്കർമ്മങ്ങൾക്ക് അല്ലാഹു നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ്. മുഅ്മിനീങ്ങൾ സജ്ജനങ്ങളെ ഇഷ്ടപ്പെടുന്നു. അൽ ഹുബ്ബു ഫില്ലാഹി വൽ ബുഗ്ദു ഫില്ലാഹ്. ഈ ദീനിൻ്റെ അടിസ്ഥാനപരമായ ദീനിൻ്റെ അനിവാര്യമായ ഒരു കർമ്മമാണ് പടച്ചതമ്പുരാനെ ഇഷ്ടപ്പെടുന്നവരെ നമ്മൾ ഇഷ്ടപ്പെടുകയും അള്ളാഹു വെറുക്കുന്നവരെ വെറുക്കുകയും ചെയ്യുക എന്നത്. അൽ ഹുബ്ബു ഫില്ലാഹ് വൽ ബുഗ്ദു ഫില്ലാഹ്. മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അള്ളാഹു മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിൽ ഹുബ്ബ് നൽകുന്നുണ്ട്. എത്രത്തോളം ഒരു ജനാസ കടന്നു പോകുന്നു ഹബീബിൻ്റെ മുമ്പിലൂടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് ആളുകൾ പറഞ്ഞു, നബിയെ, ആ മനുഷ്യനൊരു നല്ല മനുഷ്യനായിരുന്നു, നല്ല ആളായിരുന്നു നബിയെ, ആളുകൾക്ക് വേണ്ടപ്പെട്ട ആളാണ്, ഒരുപാട് നന്മ ചെയ്ത മനുഷ്യനാണ്. ഫഅസ്നഉ അലൈഹി, അവരെ സംബന്ധിച്ച് ഒരുപാട് പുകഴ്ത്തിയപ്പോൾ തങ്ങൾ പറഞ്ഞു, വജബത്ത് വജബത്ത്, നിർബന്ധമായിരിക്കുന്നു നിർബന്ധമായിരിക്കുന്നു, വജബത്ത്. കുറച്ചു നേരം കഴിഞ്ഞ് വേറെ ഒരു മയ്യിത്ത് കടന്നു പോകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിമാർ ആ മനുഷ്യനെ സംബന്ധിച്ച് പറഞ്ഞു കൊടുത്തു, നബിയെ, വളരെ മോശമായ ജീവിതമായിരുന്നു, വളരെ മോശമായ ജീവിതമായിരുന്നു, നല്ല ആളായിരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ വജബത്ത്, തങ്ങളെപ്പോഴും പറഞ്ഞു, നിർബന്ധമായിരിക്കുന്നു നിർബന്ധമായിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ സ്വഹാബിമാർ ചോദിച്ചു, നബിയെ, ആ നല്ല മയ്യിത്ത് കടന്നപ്പോഴും ചീത്ത മയ്യിത്ത് കടന്നു പോയപ്പോഴും അങ്ങ് പറഞ്ഞുവല്ലോ വജബത്ത്, എന്താണ് നബിയെ അങ്ങ് ഉദ്ദേശിച്ചത്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഒന്നാമത്തെ ആൾ കടന്നു പോകുമ്പോൾ ഞാൻ വജബത്ത് എന്ന് പറഞ്ഞു, അയാൾക്ക് സ്വർഗം നിർബന്ധമായിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെ ആൾ കടന്നു പോയപ്പോൾ വജബത്ത് എന്ന് പറഞ്ഞത്, അയാൾ മോശക്കാരനായിരുന്നുവെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞില്ലേ, വജബത്ത്, അയാൾക്ക് നരകം നിർബന്ധമായിരിക്കുന്നു. അൻതും ശുഹദാഉല്ലാഹി ഫിൽ അർള്, നിങ്ങൾ ഭൂമിയിലെ അള്ളാഹുവിൻ്റെ സാക്ഷികളാണ്. നോക്കണം നബി തങ്ങൾ കൊടുത്ത മറുപടി സ്വഹാബിമാരോട് പറയാം, അൻതും ശുഹദാഉല്ലാഹി ഫിൽ അർള്, നിങ്ങൾ ഭൂമിയിലെ അള്ളാഹുവിൻ്റെ സാക്ഷികളാണ് എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസികളുടെ സാക്ഷിത്വം അത് അള്ളാഹുവിൻ്റെ ഹളറത്തിലുള്ള ആ മനുഷ്യനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് എന്നാണ് ഇതിനർത്ഥം. സത്യവിശ്വാസികൾ മുഴുവൻ മുഅ്മിനീങ്ങളായ ആളുകൾ ഒരുമിച്ച് ഒരു മനുഷ്യൻ്റെ നന്മ പറയുകയാണെങ്കിൽ, ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, അത് അള്ളാഹുവിൻ്റെ ഹളറത്തിൽ ആ മനുഷ്യൻ മെഹബൂബാൻ എന്നതിൻ്റെ അടയാളമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഏതെങ്കിലും മുഅ്മിനീങ്ങൾ ഒരുമിച്ച് ഒരു മയ്യിത്തിനെക്കുറിച്ചോ ജീവിച്ചിരിക്കുന്ന ആളെക്കുറിച്ചോ പറഞ്ഞാൽ, മയ്യിത്തിനെ സംബന്ധിച്ച് തീർച്ചയായും മരിച്ചു കഴിയുമ്പോഴാണല്ലോ കർമ്മങ്ങളുടെ അവസാനം, ഇന്നമൽ അഅ്മാലു ബിഖവാതീമിഹാ, കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുന്നത് അതിൻ്റെ അവസാനം എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ടാണ്. മരണത്തോട് തൊട്ടടുത്ത് നിൽക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ എങ്ങനെയുണ്ട്, നമുക്ക് ഖിതാം, അള്ളാഹു മരണത്തോടുകൂടെ ഈ ലോകത്തോട് യാത്ര ചോദിക്കാനുള്ള അവസരം നൽകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് യാത്ര പോകുന്നത്, ആ കാലം മരണം നടക്കുമ്പോൾ നമ്മെ സംബന്ധിച്ച് നന്മ പറയുകയാണെങ്കിൽ വജബത്ത്, സ്വർഗം നിർബന്ധമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളുടെ നാവിലൂടെയാണ് സത്യവിശ്വാസികൾക്ക് മഹബ്ബത്ത് കൊടുക്കുന്നത്. സൽക്കർമ്മങ്ങൾക്ക് ഈ ലോകത്ത് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ പ്രതിഫലം മുഅ്മിനീങ്ങളുടെ നാവിലൂടെ വരുന്ന സൽപ്പേരാണ്. അള്ളാഹു തആല പറയാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഇന്നല്ലാഹ ഇദാ അഹബ്ബ അബ്ദൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഇന്നല്ലാഹ ഇദാ അഹബ്ബ അബ്ദൻ നാദാ ജിബ്രീൽ, അള്ളാഹു ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിക്കും. അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിക്കും, യാ ജിബ്രീലു ഇന്നി ഉഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബഹു, ഇന്നി ഉഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബഹു, ജിബ്രീലെ, ഞാൻ ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങൾ അവരെ ഇഷ്ടപ്പെടണമേ. ഫയുഹിബ്ബുഹു ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാം അവരെ ഇഷ്ടപ്പെടും. നല്ല സൗണ്ട് വേണേ, നോമ്പുമാണ്, റമദാനാണ്, നല്ല സൗണ്ട് വേണം. അത് അതിൻ്റെ ഓപ്പറേഷൻ ഒന്ന് ശരിയാക്കണം, ആരെങ്കിലും ഒന്ന് സഹായിക്കേ. ഈ സൗണ്ടിൽ നമുക്ക് പറയാൻ കഴിയില്ല. സമയം 1 മണിക്കൂർ എടുക്കാറായി, ഞാൻ ഇപ്പോഴും എൻ്റെ വിഷയത്തിലേക്ക് കയറിയിട്ടില്ല. നല്ല സൗണ്ട് വേണം, എനിക്കിവിടെ തീരെ കിട്ടുന്നില്ല. അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഇദാ അഹബ്ബ ഫുലാനൻ, അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ടാൽ നാദാ ജിബ്രീൽ,
ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിക്കുകയാണ്. യാ ജിബ്രീലു ഇന്നി ഉഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബ. ജിബ്രീലേ, ഞാൻ ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങൾ അവരെ ഇഷ്ടപ്പെടണമേ. ഫയുഹിബ്ബുഹു ജിബ്രീൽ. അവരെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇഷ്ടപ്പെടും. സുമ്മ യുനാദി ഫിസ്സമാ. പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാം ആകാശ ലോകത്ത് വിളിച്ചു പറയും, ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബൂഹ്. മലക്കുകളെ, അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങൾ അയാളെ ഇഷ്ടപ്പെടണം. പേര് പറഞ്ഞു കൊടുക്കും അള്ളാഹുവിൻ്റെ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. അള്ളാഹുവേ അള്ളാഹുവേ പടച്ച തമ്പുരാൻ മലക്കുകളോട് ജിബ്രീൽ അലൈഹിസ്സലാം പറയാം, മലക്കുകളെ, അള്ളാഹു ഇന്നാലിന്ന ആളെ ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങൾ അവരെ ഇഷ്ടപ്പെടണമേ. ഫയുഹിബ്ബുഹു ജിബ്രീൽ ഫതുഹിബ്ബുഹു അഹ്ലുസ് സമാ. ആകാശ ലോകത്തെ മലക്കുകൾ ആ മനുഷ്യനെ ഇഷ്ടപ്പെടും. സുമ്മ യൂളഉ ലഹുൽ ഖബൂലു ഫിൽ അർള്. പിന്നെ ഭൂമിയിൽ ആ മനുഷ്യനൊരു ഖബൂലിയത്ത് അള്ളാഹു ഇവിടെ ഇട്ടുകൊടുക്കും എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭൂമിയിലൊരു അംഗീകാരം, അവരുടെ വാക്കുകൾക്ക് സ്വീകാര്യത, അവരെ ജനങ്ങൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നത്, അവരെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത്, ആകാശലോകത്തെ മലക്കുകൾ ഇഷ്ടപ്പെട്ടതിൻ്റെ, ജിബ്രീൽ അലൈഹിസ്സലാം ഇഷ്ടപ്പെട്ടതിൻ്റെ, അള്ളാഹു ജല്ല ജലാലു ഇഷ്ടപ്പെട്ടതിൻ്റെ അടയാളമാണ് ഭൂമിയിൽ ഒരു മനുഷ്യന് കിട്ടുന്ന അംഗീകാരം. അതേപോലെയാണ് അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെടാതിരുന്നാൽ, ഇന്നല്ലാഹു യുബ്ഗിദു ഫുലാനൻ, അള്ളാഹുവിന് ആരോടെങ്കിലും വെറുപ്പാണെങ്കിൽ മആദല്ലാഹ്, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹുവിൻ്റെ ഗളബിൽ നിന്ന്, സഖത്തിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. മലക്കുകളുടെ നേതാവ് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല വിളിച്ചു പറയുകയാണ്, യാ ജിബ്രീലു ഇന്നി ഉബ്ഗിദു ഫുലാനൻ ഫഅബ്ഗിദുഹു. ജിബ്രീലേ, എനിക്കൊരാളെ ഇഷ്ടമില്ല, നിങ്ങളും അയാളെ ഇഷ്ടപ്പെടരുത്. ജിബ്രീൽ അലൈഹിസ്സലാം വെറുക്കുന്നു. എന്നിട്ട് ആകാശ ലോകത്ത് വിളിച്ചു പറയുന്നു, ഇന്നല്ലാഹ യുബ്ഗിദു ഫുലാനൻ ഫഅബ്ഗിദൂഹു. അള്ളാഹുവിന് ഒരാളെ ഇഷ്ടമില്ല,